ബ്രോയുടെ പേരെന്താ? എന്റെ പേര് കൃഷ്ണകുമാർ. കൃഷ്ണകുമാർ. എവിടെയാണ്? ഞാൻ തിരുനാവായ. തിരുനാവായ. ഓല സ്വന്തമായിട്ട് വാങ്ങി? അതെ അതെ. എത്ര വർഷമായി വാങ്ങിയിട്ട്? ഞാൻ അധികം ഞാനൊരു 3 മാസമായിട്ടുള്ളൂ. 3 മാസമായിട്ടുള്ളൂ. പക്ഷെ ഒരു 10,000 കിലോമീറ്റർ ഇപ്പൊ ഓടിയിട്ടുണ്ട്. 14 കിലോമീറ്റർ 3 മാസം കൊണ്ട് 16 കിലോമീറ്റർ ഓടി. എങ്ങനെയാണ് ഓവറോൾ? എന്താണ് അഭിപ്രായം? എന്താണ് ആളുകളോട് പറയാനുള്ളത്? എനിക്കിപ്പോ ഓലയെ കുറിച്ചിട്ട് നല്ല അഭിപ്രായമാണ്. കാരണം എനിക്ക് അങ്ങനെ ഒരു മോശം ഒരു. എത്ര കിലോമീറ്റർ ഓടും ഡെയിലി? ഡെയിലി ഞാനൊരു 150 മുതൽ 200 വരെ. 200 കിലോമീറ്റർ ഓടും. 2 ചാർജ് ചെയ്യണോ അതോ വീട്ടിൽ നിന്ന് ഒരു ചാർജ് ചെയ്യുള്ളൂ? ഒരു ചാർജ് കൊണ്ട് നടക്കൂല. വഴിയിൽ നിന്ന് വീണ്ടും ചാർജ് ചെയ്യണം. ഞാൻ ബാറ്ററി ഇവിടെ ചാർജ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. പറഞ്ഞോളൂ. ഞാന് ബാറ്ററി കുറയുന്നതിനനുസരിച്ചിട്ട് അങ്ങനെ ചാർജ് ചെയ്യാൻ. അപ്പോ ഏകദേശം എത്ര ശതമാനം ആകുമ്പോൾ ചാർജ് ചെയ്യുന്നത്? അതങ്ങനല്ല, നമ്മളൊരു 60% ഒക്കെ ആകുമ്പോൾ ഞാൻ സാധാരണ ചാർജ് ചെയ്യും. ഒരു ധൈര്യത്തിന്. അതാണ്, ഒരു ധൈര്യത്തിന് വേണ്ടിട്ട് എപ്പോഴും ഒന്ന് ചാർജ് ചെയ്യണത് നല്ലതാണ്. പെട്രോളിന്റെ നോക്കുമ്പോ ഒരു പോരായ്മയുള്ളത് നമുക്കൊരു ചാർജ് കഴിയുമെന്നുള്ളൊരു ആശങ്ക അതെപ്പോഴും ഉണ്ടാവും. അത്രേ ഉള്ളൂ. ബ്രോയുടെ വണ്ടി ഇതാണ്. പുതിയ വണ്ടിയാണ്. എത്ര? 4 മാസമായിട്ടുള്ളൂ. 3 മാസമായിട്ടുള്ളൂ. 3 മാസമായിട്ടുള്ളൂ. ഇതുകൊണ്ടോ ഒലയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെയൊക്കെ ഇതെന്താ ബോൾട്ടിന് എന്താ പറ്റി പറഞ്ഞേ? ഇതെന്താ ഇങ്ങനെ അഴിഞ്ഞു നിൽക്കുന്നത്? അതിന്റെ ഒരു ക്യാപ്പ് ഉണ്ടല്ലോ, ബെൽറ്റിന്റെ ആ ഒരു കവറിങ് വരുന്നുണ്ട്. അതിന്റെ അവിടുത്തെ ഒരു ക്ലിപ്പ് പൊട്ടിയതാണ്. ഈ ഒലയുടെ ഓവറോൾ സർവീസ് എങ്ങനെയാണ്? സർവീസ് മോശമായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് എടുത്തോടത്തോളം എല്ലാരും മോശമാണെന്നാ പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ എനിക്ക് എടുത്തോടത്തോളം ഇപ്പോ സർവീസ് വന്നതൊന്നും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തില്ല. കാരണം അന്ന് നമ്മൾ കൊടുത്തിട്ട് അന്ന് തന്നെ നമുക്ക് അത് കംപ്ലീറ്റ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ? ഇപ്പൊ ഒലയുടെ ഈ പിന്നെ ഇതിന്റെ ഈ ഫ്രണ്ടേജ് പൊട്ടിപ്പോകുന്ന ഒരു കംപ്ലൈന്റ് പറഞ്ഞിരുന്നു നാളെ ന്യൂസിലൊക്കെ കണ്ടത്. അത് ഫസ്റ്റ് ജനറേഷനേ ഉള്ളൂ. പിന്നെ ശരിയായി. സെക്കൻഡ് ജനറേഷൻ ഇപ്പൊ അത് 2 ഇത് വരുന്നുണ്ട്. സസ്പെൻഷൻ 2 ഇതായിട്ടാ വരുന്നത്. ഇതാ? അതെ അതെ. ആദ്യം ഒന്നുള്ളായിരുന്നു. ആദ്യം ഒന്നുണ്ടായിരുന്നു. ഒലയാണ്. ഒലക്ക് ഇപ്പോ കംപ്ലൈന്റുകളൊന്നും ഇല്ല. സർവീസ് എങ്ങനെയുണ്ട് ഇവരുടെ? സർവീസ് കുഴപ്പമില്ല, നല്ല രീതിയിൽ. ഞാൻ ഇപ്പോ തിരൂരാണ് ഞാൻ സർവീസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല. എനിക്ക് അന്ന് തന്നെ കിട്ടി. ഒരു 3-4 മണിക്കൂർ. അതായത് മേജർ ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലായിരുന്നു. ബുദ്ധിമുട്ട് കംപ്ലൈന്റ് ആയിട്ട് ഇപ്പൊ ഈ 3 മാസത്തിനുള്ളിൽ കാര്യമായിട്ടൊന്നും കണ്ടിട്ടില്ല. ഇല്ല, കംപ്ലൈന്റ് ആയിട്ട് എനിക്ക് അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. കമ്പനി പറയുന്ന കിലോമീറ്റർ എത്രയാണ്? കമ്പനി പറയുന്നത് എക്കോ മോഡലാണ്. എക്കോ മോഡൽ ഒരു 183 കമ്പനി പറയുന്നത്. എത്ര കിട്ടുന്നുണ്ട്? ഒരു 160 ഒക്കെ നമുക്ക് എക്കോ മോഡൽ കിട്ടുന്നുണ്ട്. പിന്നെ നോർമൽ മോഡല് ഒരു 143 പറയുന്നത്. 143 കിട്ടില്ല, നമുക്കൊരു 100 പ്രതീക്ഷിച്ചാൽ മതി. കാരണം ഇതില് ഒരു 20 വലിപ്പിച്ച് പോകുന്നതിനനുസരിച്ച് ചാർജ് കുറയുന്നുണ്ടോ? വലിപ്പിച്ച് നമുക്ക് നമ്മള് ഹൈപ്പർ മോഡലൊക്കെ ഇട്ട് പോകുമ്പോ അതിനനുസരിച്ച് കുറവുണ്ടാവും. ഇതിലൊരു 20% ആവുമ്പോ എക്കോ മോഡിലേക്ക് ഓട്ടോമാറ്റിക് മാറും. അപ്പൊ അതുകൊണ്ട് നമുക്ക് നോർമൽ 143 നമുക്ക് 143 കിട്ടില്ല. നമുക്കൊരു 100% അല്ലെങ്കിൽ 100 കിലോമീറ്റർ മൈലേജ് നമുക്ക് പ്രതീക്ഷ മതി. പിന്നെ സിംഗിൾ ആയിട്ടാണ് പോകുന്നത്? ഡബിൾ വെച്ച് പോകുമ്പോ മൈലേജ് കുറയോ? ഡബിൾ ആയിട്ട് വെച്ച് പോകുമ്പോൾ മൈലേജ് കുറയുന്നത്. അതായത് വണ്ടി വലിപ്പിക്കുന്നതിനനുസരിച്ച് മൈലേജ് ഷോർട്ടാണ്. ഷോർട്ടാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു.